something is coming, we're unstoppable now. Ain't nothing gonna take us down, we're unstoppable now. ഹായ് ഓൾ, വീണ്ടും നമ്മുടെ ഫാക്ട് ആൻഡ് റിയൽ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുത്തൊരു എപ്പിസോഡ് തുടങ്ങുന്നു. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയൊരു വണ്ടിയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇലക്ട്രിക് സ്കൂട്ടറാണ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ വരാൻ പോകുന്ന താരം. നമ്മൾ പരിചയപ്പെടുത്തുന്ന ആ സ്കൂട്ടർ, ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പേര് ഒക്കിനാവ എന്നാണ്. അത് വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒക്കിനാവ എന്ന് പറയുന്ന ഈ ഒരു ബ്രാൻഡ് ഇന്ത്യയിലേക്ക് വരുന്നത് തന്നെ ഡയറക്റ്റ് സെല്ലിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഒരു സംഭവത്തിൽ കൂടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ആയി വരുന്നത്. അതായത് സ്മാർട്ട് വേ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്, ഡയറക്റ്റ് സെല്ലിങ്ങിലെ ഒരു പ്രമുഖ കമ്പനി തന്നെയാണ് ഇന്ത്യയിൽ. അവരാണ് ഈ ഒരു വണ്ടി ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് ഇപ്പോൾ. അപ്പം ഈ ഒരു വണ്ടി നമ്മളിപ്പം അതിനകത്ത് മെമ്പറായിട്ടുള്ള ഒരാൾക്ക് അത് വിൽക്കാൻ പറ്റും. അപ്പോൾ അത് വിൽക്കുന്ന സമയത്ത് അവർക്ക് നല്ലൊരു പേ ഔട്ട് കിട്ടുന്നുണ്ടാവും. അതായത് 5500 രൂപയാണ് 60000 രൂപയുടെ വണ്ടി അല്ലെങ്കിൽ 64000 രൂപ വില വരുന്ന വണ്ടിക്ക് പേ ഔട്ട് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒരു 1,00,000 മേളിലുള്ള ഒരു മോഡൽ കൂടെ ഉണ്ട്, നല്ലൊരു മോഡലാണ്. അത് വിൽക്കുമ്പോൾ കിട്ടുന്നത് തന്നെ നമുക്ക് ഏകദേശം 10500 രൂപയാണ് അതിൻ്റെ പേ ഔട്ട് എന്ന് പറയുന്നത്. അപ്പം അത്രയും ഒരു സംഭവമായിട്ടത് ഒരു വലിയൊരു എക്സ്പ്ലോസീവ് ആകാനുള്ള ഒരു ചാൻസസ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ ആ വണ്ടി ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. നല്ല രസകരമായിട്ടുള്ളൊരു വണ്ടിയാണ്. നമ്മൾ ഈ കാണുന്നത് ഒക്കിനാവ എന്ന് പറയുന്ന മോഡലിൽ അതിൻ്റെ 2 മോഡൽസ് ഉണ്ട്. അതിൽ ആദ്യത്തെ മോഡലായ ലൈറ്റ് എന്ന് പറയുന്ന മോഡലിലെ വണ്ടിയാണ് ഈ 2 കാണുന്ന വണ്ടി, നീലയും വൈറ്റും. ഇതിൻ്റെ ഫ്രണ്ട് അപ്പിയറൻസ് നമ്മൾ ഈ കണ്ടതാണ്. അതോടൊപ്പം തന്നെ ബാക്കിലോട്ട് വരുമ്പോൾ ലൈറ്റ് എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. താഴോട്ട് വരുമ്പോൾ ഷോക്ക് അബ്സോർബ് നമുക്ക് കാണാം, അതിൻ്റെ വീല് എങ്ങനെയാണെന്ന് നമുക്ക് കാണാം. അപ്പം ഈ ഒരു കാണുന്ന രീതിയിൽ തന്നെയാണ് ഇതിൻ്റെ ഒരു അപ്പിയറൻസ് വരുന്നത്. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ സസ്പെൻഷൻസൊക്കെ നോക്കിയാൽ നല്ല സസ്പെൻഷനാണ്. ഡിസ്ക് ബ്രേക്ക് ഉണ്ട്, നമ്മുടെ ബൈക്കിൽ കിട്ടുന്ന സസ്പെൻഷൻസും. അലോയ് വീലാണെങ്കിലും ക്വാളിറ്റി ഉള്ള അലൂമിനിയം അലോയ്സാണ് വരുന്നത്. ഇതിൽ നമുക്ക് ഫ്രണ്ട് നമുക്ക് ലൈറ്റും എല്ലാം കാണാം, ബാഡ്ജിങ് കാണാം ഫ്രണ്ടിൽ. ബാക്ക് സൈഡിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഷോക്ക് അബ്സോർബിലേക്ക് നോക്കാം. ഷോക്ക് അബ്സോർബ് വരുന്നത് ഡ്യുവൽ ഷോക്ക് അബ്സോർബാണ്. 2 സൈഡിലും ഷോക്ക് അബ്സോർബ് വരുന്നുണ്ട്. സാധാരണ സ്കൂട്ടറിൽ ഒറ്റ ഷോക്ക് അബ്സോർബാണ് സാധാരണ എല്ലാ വണ്ടികളിലും വരുന്നത്. പക്ഷേ ഇതിൽ ഡ്യുവൽ ഷോക്ക് അബ്സോർബ് വരുന്നുണ്ട്. സസ്പെൻഷൻ നല്ല ക്വാളിറ്റി ആയിരിക്കും, നമുക്ക് യാത്രാ സുഖമുണ്ടാകും. ഇലക്ട്രിക് സ്കൂട്ടറിൽ റെയറായിട്ട് കാണുന്ന ഒരു സംഭവമാണ് ഇത്. പിന്നെ നമുക്ക് അടുത്തൊരു മോഡലാണ് ഈ വരുന്ന ഇതിൻ്റെ തന്നെ കമ്പനിയുടെ തന്നെ ഐപ്രൈസ് എന്ന് പറയുന്ന ഒരു മോഡൽ. ഇതിന് ബാക്കിൽ ഡിസ്ക് ബ്രേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഗ്യാസ് ഷോക്ക് അബ്സോർബ്സ് ആയിരിക്കും ഇതിന് വരുന്നത്. അതും ഡ്യുവലാണ്, 2 സൈഡിലും വരുന്നുണ്ട്. ഇത് പൾസർ പോലത്തെ വലിയ വണ്ടികളിലാണ് ഇത് ആദ്യമേ നമ്മൾ കണ്ടിട്ടുള്ളത്. 150cc വണ്ടികളിലാണ് ഇത് നേരത്തെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇറങ്ങി തുടങ്ങിയത്.
അപ്പോൾ ഈ ഒരു മോഡലിലും ഇത് വരുന്നുണ്ട്. എന്തായാലും സസ്പെൻഷന് യാത്രാസുഖത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു വണ്ടി കംഫോർട്ട് ലെവലിൽ ഉള്ള വണ്ടിയായിരിക്കുമെന്ന് നമുക്കിതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് നമ്മുടെ ചാർജിങ് അഡാപ്റ്ററും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. എൻ്റെ ബാക്കിൽ ചാർജിങ് അതായത് സീറ്റിൻ്റെ അടിയിലായിട്ട് ഒരു ചാർജ് പ്ലഗ് ഉണ്ട്. പ്ലഗ് പോയിൻറ്റിൽ കുത്തിയാൽ ചാർജ് ചെയ്യാൻ പറ്റും. ഇത് USB പോർട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ അതേ ചെയ്യാൻ പറ്റും. USB പോർട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് മൊബൈലൊക്കെ വെക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലുണ്ട്. മീറ്റർ കൺസോൾ ഇതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പം ഇവിടുത്തെ സ്വിച്ചസ് ആണ് ഇത്. നമുക്ക് 4 സൈഡ് ഇൻഡിക്കേറ്റർ ഇടാനുള്ളതാണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഹോൺ ബട്ടണും ഇൻഡിക്കേറ്റർ സ്വിച്ചസും അതുപോലെ തന്നെ ഡിം ആൻഡ് ബ്രൈറ്റും ഇവിടെ കാണാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഒരു പച്ച സ്വിച്ച് ഇവിടെയും കാണാൻ പറ്റുന്നുണ്ട്. അത് എക്കോ മോഡും സ്പോർട്സ് മോഡുമാണ്. ഇപ്പോൾ ഇട്ടിരിക്കുന്നത് സ്പോർട്സ് മോഡിൽ ഇട്ടിട്ട് വേണം കയറ്റമൊക്കെ കയറാൻ. 25 ഡിഗ്രി വരെയുള്ള കയറ്റമൊക്കെ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സ്പോർട്സ് മോഡിൽ ഇട്ടെങ്കിലേ വണ്ടി വലിക്കത്തുള്ളൂ എന്നാണ് കമ്പനി പറയുന്നത്. ഫ്രണ്ടിൽ വരുമ്പോൾ നല്ല അപ്പിയറൻസ് ആണ് ഈ വണ്ടിക്ക്. നല്ല ഫ്രണ്ടിൽ നിന്ന് മേളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു ഡിയോയുടെ ഒക്കെ ലുക്കും എല്ലാം കൂടി ഒരു മിക്സഡ് ആയിട്ടുള്ളൊരു ലുക്കാണ്. എൻടോർക്കിൻ്റെയും അതുപോലെ തന്നെ അപ്പറില്ല എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, അതിൻ്റെയൊക്കെ ഒരു അപ്പിയറൻസ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് എല്ലാം കൂടെ ഉള്ള ഒരു മോഡലായിട്ട് തോന്നും. പിന്നെ ഇതിൻ്റെ ഈ ഒരു സസ്പെൻഷൻസും കാര്യങ്ങളൊക്കെ നല്ലൊരു റിജിഡാണ്. നല്ല കണ്ടു കഴിഞ്ഞാൽ ഒരു ഫീലിംഗ് ഉണ്ട്. ഇലക്ട്രിക് ബൈക്കോ അല്ലെങ്കിൽ ഇലക്ട്രിക് സ്കൂട്ടറോ ആണെന്നുള്ള ഒരു ഫീല് നമുക്ക് കിട്ടത്തില്ല. കണ്ടു കഴിഞ്ഞാൽ ഒരു സാധാരണ നമ്മുടെ ഒരു 125 cc ഉള്ള ഒരു വണ്ടിയുടെ ഒരു പവറും കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഫീല് കിട്ടും. അപ്പം ഈ ഒരു വീഡിയോ കണ്ടല്ലോ. അപ്പം ഞാൻ ജസ്റ്റ് ഇത് ഷോറൂമിൽ വെച്ച് എടുത്ത ഒരു വീഡിയോയാണ്. ഇത് ഓടിച്ച് നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള 1-2 പേരോട് ഞാൻ ഇതിൻ്റെ റിവ്യൂ ചോദിച്ചു. അപ്പോൾ അവർ പറയുന്നത് ഒരു 150 കിലോമീറ്റർ 160 കിലോമീറ്റർ വരെ ഒറ്റ ചാർജിങ്ങിൽ ഇത് ഓടും. ഈ വണ്ടിയുടെ ചാർജിങ് ടൈം എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 8 മണിക്കൂറോളം, 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ വരെയാണ് ഫുൾ ചാർജിങ് ടൈം പറയുന്നത്. ഫുൾ ചാർജിൽ 160 കിലോമീറ്റർ വരെയാണ് കമ്പനി പറയുന്നത്, ആവറേജ് ഓടുമെന്ന് പറയുന്നത്. ഏകദേശം അത്രയും തന്നെ മൈലേജ് കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അത്രയും കിലോമീറ്റർ തന്നെ ഓടുന്നുണ്ടാവും വൺ ചാർജിങ്ങിൽ. പിന്നെ ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക്സ് കിട്ടിയത് 25 ഡിഗ്രിയാണ് ഇതിൻ്റെ ഒരു ആംബിയർ അല്ലെങ്കിൽ കയറ്റം കയറാനുള്ള ആംബിയർ പറയുന്നതെങ്കിലും ഒരു 35 ഡിഗ്രിക്ക് മേളിലുള്ള കയറ്റങ്ങളും വലിയ കുഴപ്പമില്ലാതെ സ്ലോ സ്പീഡിൽ കയറിപ്പോവും എന്നാണ് എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്സ്. പിന്നെ കൂടുതൽ വിവരങ്ങൾ എനിക്ക് ഇതിനെപ്പറ്റി കിട്ടിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇത് ഞാനിപ്പം ക്വാറൻറ്റൈനിലാണുള്ളത്. ക്വാറൻറ്റൈൻ ആവുന്നതിന് മുമ്പേ ഞാൻ എടുത്ത വീഡിയോ ആണ്. അപ്പം ഇത് ലോഞ്ചിങ് ടൈമിലേക്കൊക്കെ ഇത് ചെയ്യാം എന്നും കൊണ്ട് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വീഡിയോ എടുത്തെങ്കിലും എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. അൺഫോർച്യുനേറ്റ്ലി ഞാൻ ക്വാറൻറ്റൈൻ ആയിപ്പോയി. അപ്പം എനിവേ ഞാനിപ്പം ചുമ്മാ ഇരുന്നപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് ഇട്ടതാണിത്. ഇത് ഞാൻ ഓടിച്ച് നോക്കിയിട്ടില്ല ഈ ഒരു വണ്ടി, പക്ഷെങ്കിൽ നല്ല ഫീഡ്ബാക്സും റിവ്യൂസുമാണ് ഇതിനെപ്പറ്റി കിട്ടുന്നത്, ഓടിച്ചിട്ടുള്ളവരുടെ ഒരു ഫീഡ്ബാക്സ് കിട്ടുന്നത്. എനിവേ ഈ ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാവുന്നതാണ്. ഇതിനകത്ത് ലാഭകരമെന്ന് പറയുന്നത് റോഡ് ടാക്സും ഇൻഷുറൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഈ ഒരു വണ്ടിയിൽ വേണ്ട. കാരണം ഇത് ഇലക്ട്രിക്കൽ സ്കൂട്ടർ ആയതുകൊണ്ട് അങ്ങനത്തെ ഒരു കോസ്റ്റ് വരത്തില്ല. പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റും വളരെ കുറവായിരിക്കും. ഓയിൽ ചേഞ്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും വരാത്തത് കൊണ്ട് തന്നെ. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള മെയിൻ്റനൻസ് പാർട്ട് നോക്കുമ്പോൾ വളരെ അഫോർഡബിൾ ആയിരിക്കും ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ. പിന്നെ ഈ 1.5 ലക്ഷം രൂപയുടെ വണ്ടിക്ക് വരുമ്പോഴത്തേക്ക് 1,57,000 ഞാൻ രണ്ടാമത് കാണിച്ച വണ്ടിയുടെ വിലയെന്ന് പറയുന്നത്. അതിന് ഏതാണ്ട് 20,000 രൂപ ഗവൺമെൻറ്റിൻ്റെ ഒരു സബ്സിഡിയും കിട്ടുന്നുണ്ട് എടുക്കുന്നവർക്ക്. അപ്പം അതും നിങ്ങളിൽ ആരെങ്കിലും എടുക്കാൻ അല്ലെങ്കിൽ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടെ അത് പ്രയോജനപ്പെടാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എനിവേ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിവേ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഷെയർ ചെയ്യുക, ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട് സെക്ടറിൽ, ഫാമിലി സെക്ടറിൽ, റിലേറ്റീവ്സിൽ ഈ ഒരു വീഡിയോ മാക്സിമം എത്തിക്കുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ബാക്കിയുള്ള വീഡിയോസും കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പം അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ ബൈ.